ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ട്യൂസ്ഡേ അല്ല, വെൻസ്ഡേ ആണ്. അപ്പോൾ ഇന്ന് ക്ലാസ്സിൽ പോയിട്ടില്ല, ഞാൻ ലീവിലാണ്. നാട്ടിൽ വന്ന് എനിക്ക് മറ്റേ ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി വന്നിട്ട് ഇന്നലെ ഡ്രസ്സ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ വരുന്നതായിരിക്കും. പിന്നെ അപ്പോൾ അതിൻ്റെ വന്നതിൻ്റെ ക്ഷീണമുണ്ടെന്ന് കുറച്ച് ഇന്നലെ വന്നതിൻ്റെ. പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഞാനും പിന്നെ നമ്മുടെ ഇവിടെ താരം ആര് ക്യാൻഡി മോനാണുള്ളത്. ഞാൻ കാണിച്ചു തരാം. ക്യാൻഡി മോനാണ് പിന്നെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉച്ചയ്ക്ക് അമ്മ വരും. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ രാവിലെ തന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല പുട്ടും കടലക്കറിയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ അത് കഴിച്ചു. പിന്നെ അമ്മയുടെ ചെടി നനയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കുറച്ച് ചെടികളുള്ളൂ. അപ്പോൾ അത് മുഴുവൻ ഞാൻ നനച്ച് വൃത്തിയാക്കല്ല, നനയ്ക്കൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് കണ്ടോ, ഇതൊക്കെ നനച്ച് താഴത്തേക്ക് വെള്ളം വീണിക്കണുണ്ടോ, അത് നനച്ചതിൻ്റെ തെളിവാണത്. പിന്നെ നമ്മുടെ അവിടെ നിൽക്കുന്ന ചെടികളുണ്ട് കുറച്ച്. പിന്നെ ഇവിടെയും കുറച്ച് ചെടികൾ നിൽക്കുന്നുണ്ട്, അത് നനച്ചു. പിന്നെ ഇതും നനച്ചു. അങ്ങനെ കുറച്ച് ചെടികൾ നനച്ചു. അപ്പോൾ രാവിലെ ഞാൻ മറ്റേ പുറ്റത്തോടൊക്കെ നടന്നപ്പോൾ അന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്ന മാങ്ങയില്ലേ, ആ കുഞ്ഞു കുഞ്ഞു മാങ്ങ ഉണ്ടായി തുടങ്ങിയെന്ന് പറഞ്ഞിട്ടുള്ളത്. അതാണെന്നുണ്ടെങ്കിൽ വലിയ മാങ്ങയായിട്ടുണ്ട്. ചക്ക അതെ ഒക്കെ എല്ലാം, അതായത് വലുതായിട്ടുണ്ട് ഭയങ്കരമായിട്ട്. പിന്നെ ഞാൻ വേറൊരു സാധനം കണ്ടത്, ഞാൻ കാണിച്ചു തരാം എന്തായിരുന്നു എന്നുള്ളത്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടെണ്ണം വലുതായിട്ടുണ്ട്. പിന്നെ അവിടേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, വലുതായിട്ടുണ്ട് നമ്മുടെ ചക്ക. പിന്നെ അവിടെ ഇല്ലല്ലോ, മേലേക്ക് അതിൻ്റെ ഇപ്പുറത്തുണ്ട്, അവിടെയുണ്ട്. ഇനി ഞാൻ അവിടെ പോയി കാണിച്ചു തരാം. മൽബറി ഇല്ലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഇപ്രാവശ്യം. മൽബറി മരത്തിലൊന്നും കാണുന്നില്ല. ചേച്ചി പൊട്ടിച്ചിട്ടുണ്ടോ? ഇത് നമ്മുടെ മാങ്ങ. ഇത് അവിടെ ഉണ്ട് മാങ്ങ, ഇത് ഇവിടെ ഉണ്ട് മാങ്ങ. പിന്നെ അവിടെയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് മാങ്ങകൾ. അപ്പോൾ അത് പൊട്ടിക്കാം നമുക്ക്. അമ്മ വരട്ടെ, വന്നിട്ട് പൊട്ടിക്കാം. പിന്നെ ഇവിടെ നിറച്ച് പോവാട്ടോ, നിറച്ചു എൻ്റെ ആകാശമല്ലേ. പിന്നെ ഇതാണ് ആ ലൂബി മരം. ഇത് ഒരു വട്ടം ഉണ്ടായിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് പൊട്ടിച്ച് കഴിഞ്ഞതാണ്. പിന്നെ ഇനി ഉണ്ടായിട്ടില്ല തോന്നുന്നുണ്ട്, ഇനി ഉണ്ടായിട്ടില്ല. അപ്പം അതവിടെ. പിന്നെ നമ്മുടെ മരം അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ വേറൊരു സാധനം പറഞ്ഞില്ലേ, ആ സാധനം ഞാൻ കാണിച്ചു തരാം. മെയിൻ സാധനം ആണ് ഞാൻ പറഞ്ഞ സാധനം. ഉണ്ടോ, ഇരുമ്പമ്പുളി. അപ്പം ഇന്നലെ അമ്മ എനിക്ക് കറി വെച്ചതിൽ പരിപ്പും ഇരുമ്പമ്പുളി ഇട്ടിട്ട് കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിത് എവിടെ നിന്നാന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞ് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ രാവിലെ തന്നെ, രാത്രിയാണ് കറി വെച്ചത്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഇറങ്ങി നോക്കാൻ വന്നു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടൈമാണ് ഇതിലുണ്ടാകുന്നത്. അപ്പോൾ ഈ സാധനം അത് പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കണിക്കൊന്ന ഫുള്ള് നന്നായിട്ടുണ്ടായി നിൽക്കുന്നുണ്ട്. പക്ഷെ വിഷുവിൻ്റെ ടൈമിൽ നമുക്ക് കിട്ടുമെന്ന് അറിയില്ല. നിറച്ച് നല്ല രീതിക്ക് ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഞാൻ കാണിച്ചില്ല. ഇതിപ്പോൾ ആര്യവീപ്പും കൂടെ നിൽക്കുന്ന കാരണം കണിക്കൊന്നിനെ കാണുന്നില്ല. പത്ത് സൈഡിൽ നോക്കിയാൽ കണിക്കൊന്ന കാണില്ലേ. കണ്ടോ, ഇവിടെ നിന്ന് ആര്യവീപ്പ് നിൽക്കുന്ന കാരണം കണിക്കൊന്നിനെ കാണില്ല. കണ്ടോ, ഇവിടെ കണ്ടോ പൂത്ത് നിൽക്കുന്ന കണിക്കൊന്ന. ഇതിൻ്റെ ഇടയിലൊക്കെ കണിക്കൊന്ന നിറച്ച് കണ്ട, അടിക്കൊക്കെ അറിയാം. കണ്ടോ, നിറച്ച് കണിക്കൊന്ന പൂ വീണ് എടുക്കണം. ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഫുള്ള് അടിപൊളി. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സംഭവമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനിനി വേറെ വഴി ഉണ്ടോ നോക്കിയിട്ട് കാണിച്ചു തരാനായിട്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ കാണാതെ സംഭവം കുഞ്ഞു വരാണ്. അപ്പോൾ നിറച്ചുണ്ടായിട്ടുണ്ട്. ഇത് ഇനി വിഷുവിന് കിട്ടുന്ന തോന്നുന്നില്ല, ഫുള്ള് കൊഴിഞ്ഞു പോവില്ലേ. അപ്പോൾ അങ്ങനെ
എന്താണെന്നുണ്ടെങ്കിൽ മറ്റേ സാധനം ഇല്ല. ഇവിടെ ഉണ്ടല്ലോ അല്ലേ. പിന്നെ ഇതാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. മറ്റേ നീല കളർ ചെടിയില്ലേ, നീല കളർ വെള്ളപ്പൂവാണ് നിൽക്കുന്നത്. ആ സാധനം കേട്ടോ. പേര് എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. അതുണ്ട്. പിന്നെ കണിക്കൊന്നും എങ്ങനെ പൊട്ടിക്കുന്ന അറിയില്ല. ഇതൊക്കെ ഇപ്പോൾ ഇതേ വാടിപ്പോവും. പിന്നെ അപ്പുറത്ത് നിൽക്കുന്ന വാടും. ഇതും അതേ വാടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തായാലും. വിഷുവിന് എന്തായാലും ഞാൻ കോളേജിലായിരിക്കും. വണ്ടിയുടെ കോലൊന്ന് നോക്ക്. ഇതൊന്ന് കഴുകി വൃത്തിയാക്കി വെക്കണം എന്നുണ്ട്. പക്ഷെ എൻ്റെ മടി എന്നെ അനുവദിക്കുന്നില്ല വൃത്തിയാക്കാൻ. ക്യാൻഡി ഉറക്കായോ? ഉറങ്ങിയിട്ടില്ല. ഒന്ന് പോടി, എനിക്ക് സമാധാനം തരൂ. ആണോ ക്യാൻഡിയെ? പിന്നെ കിച്ചണിൽ വന്നിട്ട് നമുക്കിനി എന്താണ് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് ഉള്ളത് ചോറുണ്ട്, കടലക്കറിയുണ്ട്, പിന്നെ രസമുണ്ട്. ഞാൻ മുട്ട ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അമ്മ എന്തെങ്കിലും നിങ്ങൾക്ക് കറി വേണമെന്നുണ്ടെങ്കിൽ എന്നോട് ഉണ്ടാക്കി കഴിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം മടിയാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് നോക്കാം. ഫ്രിഡ്ജിൽ എന്നിട്ടുള്ളത് നോക്കാം. ഫ്രിഡ്ജിൽ നമുക്കുള്ളത് എനിക്കറിഞ്ഞിട്ട് ഉണ്ടാക്കട്ടെ. പിന്നെ ഉള്ളത് അതെ ഈ മുട്ടായി ഉണ്ട്, ലിൻസിൻ്റെ നമുക്ക് മറ്റേ മുട്ടായി ഉണ്ട്. പിന്നെ അതെ ഇതുണ്ട്, ഈ സാധനമുണ്ട്. ഇത് കണ്ടോ, ഇതുണ്ട്. ഇവിടെ ഇരിക്കട്ടെ. പിന്നെ ഇത് ഈ മ്യൂറൽ പെയിൻറ്റിങ് ഞാൻ ലൈറ്റിട്ട് കാണിച്ചു തരാം. ഇത് ഇതെൻ്റെ ചേച്ചി വരച്ചതാണ്. അടിപൊളിയല്ലേ? ഇത് ഞാൻ എത്രയിൽ പഠിക്കുമ്പോഴാണ്, എനിക്ക് ഓർമ്മയില്ല എത്രയിൽ പഠിക്കുമ്പോഴാണ്. അപ്പോൾ ചേച്ചി ഇത് ഫുള്ള് മറ്റേ ലാഡറൊക്കെ ഇട്ടിട്ടാണ് അതിൻ്റെ മേലേക്ക് വരച്ചിട്ടുണ്ടായിരുന്നു സംഭവം. എന്നിട്ട് മറ്റേ നോർമൽ പെയിൻറ്റിങ് ഇല്ല, എന്നിട്ട് അതിന് പറയുന്നത് ആക്രിലിക്കും പിന്നെ മറ്റേ ഫാബ്രിക് പെയിൻ്റൊക്കെ യൂസ് ചെയ്തിട്ടാണ് സംഭവം ഫുള്ള് വരച്ചെടുത്തിരിക്കുന്നത്. സംഭവം ഭയങ്കര ടാസ്ക് ഉണ്ടാവും. ഇതിലെൻ്റെ ഞാനൊക്കെ കളർ അടിച്ചത് ചിലപ്പോൾ ഇവിടെ മാത്രമായിരിക്കും. ഇവിടെ മറ്റേ ഇങ്ങനത്തെ ഫുള്ളായിട്ട് കൊടുക്കേണ്ട സ്ഥലങ്ങളിൽ മാത്രം ഞാൻ കളർ അടിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം അവൾ തന്നെ വരച്ച് കളർ അടിച്ചതാണ്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് മെസ്സിയാണ് സംഭവം. ടേബിളായാലും ഒക്കെ നല്ല മെസ്സിയാണ്. കാരണം ഈ സാധനം എൻ്റെ റൂമിലത്തെ അല്ല, ഇതൊക്കെ അമ്മയുടെ റൂമിലത്തെ. അത് ഇവിടെ കൊണ്ടിട്ടേക്കാണ്. അവിടെ മറ്റേ എന്ത് പൂച്ചുണ്ടായിരുന്നു. അപ്പോൾ അമ്മയുടെ റൂമിൽ നിന്ന് എൻ്റെ റൂമിലേക്ക് മാറ്റിയിട്ടു. അപ്പോൾ അതൊക്കെ ഇനി അങ്ങോട്ട് തിരിച്ചു കൊണ്ടുവയ്ക്കണം. പിന്നെ എൻ്റെ റൂമൊന്ന് ക്ലീൻ ആക്കാനുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കണം എന്നൊക്കെ ഉണ്ട്. എനിക്ക് നോക്കട്ടെ, ടൈം ഉണ്ടെങ്കിൽ ക്ലീൻ ആക്കാം. അല്ലെങ്കിൽ നമുക്ക് മറ്റേ വണ്ടി മാത്രം വാഷ് ചെയ്തിടാം. പിന്നെ ഇന്നലെ ഡ്രസ്സ് എടുക്കാൻ പോയിട്ട് ഞാനൊരു ലെഹങ്ക എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ ലെഹങ്ക നേരെ വരുന്ന വഴിയിൽ തന്നെ 2-3 ദിവസം എനിക്ക് ലീവുള്ളൂ. അപ്പോൾ പിന്നെ നേരെ വരുന്ന വഴി തന്നെ ഇറങ്ങി ഞങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു ഫോട്ടോ കാണിക്കാനായിട്ട് എൻ്റെ അടുത്തില്ല. ഇപ്പം കാണിച്ചു തരാനായിട്ട് സാധനം എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാനും അമ്മയും നേരെ അവിടെ കൊണ്ട് കൊടുത്തു. ചേച്ചിയാണെങ്കിൽ അത് കഴിഞ്ഞ് നേരെ ഓഫീസിൻ്റെ അവിടേക്ക് പോയി, അതായത് ഹോസ്റ്റലിലേക്ക് പോയി. അവൾ എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടേക്ക് പോയി. അപ്പം അങ്ങനെ പിന്നെ അമ്മയുടെ സാരി ആണെന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ അമ്മാമ്മയുടെ സാരി ഇരിക്കുന്നുണ്ട്. ചേച്ചിയുടെ പിന്നെ എടുത്തിട്ടില്ല, അത് കുറച്ച് ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ട് എടുക്കുള്ളൂ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം ഇനിയിപ്പോൾ പോയിട്ട് ഇനി എക്സാം കഴിയുമ്പോൾ തന്നെ വീണ്ടും തിരിച്ചു വരും. അത് കഴിഞ്ഞ് നമ്മുടെ അടിപൊളി വീഡിയോസ് വരാനിരിക്കുന്നുണ്ട്. അപ്പം അമ്മയാണെന്നുണ്ടെങ്കിൽ എന്നോട് കഞ്ഞെടുത്ത് കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. 10 മണി 11 മണിയൊക്കെ ആകുമ്പോൾ വേറെ ഒന്നും തിന്നിരിക്കാണ്ട് കഞ്ഞി കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഒരു ഓംലെറ്റ് അടിച്ച് കഴിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് മുട്ടയെടുക്കാം. നമുക്കതിലേക്ക് കുറച്ച് സോൾട്ട്, നമുക്കതിലേക്ക് ഇനി കുരുമുളക് അതിട്ടെടുക്കാം. പിന്നെ മൂടി, ഇതാണ് എൻ്റെ മൂടി. നമുക്കിത് വച്ച് വയ്ക്കാം. സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്, നമുക്ക് നോക്കാം. എന്തായാലും ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ വിശക്കുമ്പോൾ നമുക്ക് എന്ത് കഴിക്കാം? ഇത് കഴിക്കാം. എന്തായിരുന്നു ഒരു പേര്? കഞ്ഞി കുടിക്കാം.
നമുക്കിത് എടുക്കാറായി തോന്നുന്നുണ്ട്. കുറച്ച് നേരം അതിൽ വെച്ചിട്ട് പിന്നെ മറിച്ചിടണ്ട. ഇത് കംപ്ലീറ്റ് അല്ലേ? ഇത്ര മതിയോ? നമുക്ക് ഇത് കഴിക്കാനായിട്ട് പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഓക്കെ ടിഷ്യൂ സൂപ്പറായിട്ട്. എണ്ണ ഒഴിച്ചത് കൂടിപ്പോയി. കൂടെ വേണം, അത് കുറച്ചെണ്ണ ഒഴിച്ചു. പിന്നെ അത്ര എണ്ണ ആവശ്യം ഇല്ല. ഇത് കഴുകിയിട്ട് വയ്ക്കാം. ഇവിടെ ശരിക്കും മൈക്ക് ഉണ്ട്, പക്ഷെ മൈക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുത്തിയിട്ട് ഞാൻ വള്ളിയോളം മൈക്കാം. അപ്പോൾ ഞാനിങ്ങനെ ഫോണൊക്കെ കൊണ്ടുകൊടുത്തിടത്തേക്ക് ഫുള്ളായിട്ട് ഈ മൈക്കും ഇങ്ങനെ വെളിച്ചം നടക്കേണ്ട കാരണം ഞാൻ മൈക്ക് വയ്ക്കാത്തത്. പണ്ട് അമ്മയ്ക്ക് ചാനലുണ്ടായിരുന്നപ്പോൾ മൈക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ബാംഗ്ലൂരിൽ പോയി ജയിച്ചാണെന്നുണ്ടെങ്കിൽ എറണാകുളത്ത് വീഡിയോ എടുക്കാൻ ടൈം കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മറ്റേ കുക്കിംഗ് വീഡിയോസ് ഒന്നും ഇടാത്തത് അമ്മയുടെ ചാനലിൽ. അപ്പോൾ നമ്മുടെ ഓംപ്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എഗ് ബുൾസി നല്ല സ്മെല്ല്. നമുക്കിത് പോയി കഴിക്കാം. ചൂട് നമുക്ക് ഫാനടി കഴിക്കാം. അപ്പോൾ ഇത് ഞാനിവിടെ കഞ്ഞി എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് രസം ഒഴിച്ചിട്ടുണ്ട്, പിന്നെ കടലക്കറി ഉണ്ട്, പിന്നെ പപ്പടം. ഇത് മൊരിച്ചൂട്ടി നമുക്ക് കഞ്ഞി കുടിക്കാം. നമുക്ക് വേണമെങ്കിൽ ലൈറ്റ് ഇടാം ഒന്ന് വീഡിയോ എടുക്കാനായിട്ട്. ഇത് നമുക്ക് കഞ്ഞി കുടിക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ മുട്ട കുത്തിപ്പൊരി ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ നമുക്കിതിലേക്ക് ചീനച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് മറ്റേ ചെറുപയറല്ലത്, എന്തായിരുന്നു പറയാം, പച്ചപ്പയർ ഇങ്ങനെ കുറച്ച് കുഞ്ഞു കുഞ്ഞാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് ഞാൻ ഭയങ്കരമായിട്ട് ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. തക്കാളി ഉണ്ട്, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവോളയുടെ പദ്ധതി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക്, പിന്നെ കുറച്ച് ഇഞ്ചി. അപ്പോൾ ഈ സാധനം ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ഫസ്റ്റ് തന്നെ ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. വെള്ളം ഉണ്ടായിരുന്നു തോന്നുന്നു. അത്യാവശ്യം നമുക്കിതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം. ഇത് കണ്ടത് നന്നായിട്ടൊന്ന് വാഴട്ടെ. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് നന്നായി മിക്സ് ചെയ്യാം. എൻ്റെ ഫോണാണെന്നുണ്ടെങ്കിൽ ചാർജില്ല, അപ്പോൾ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ സംഭവം ഞാൻ ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചതായിരുന്നു, പക്ഷേ സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പറ്റുന്ന സംഭവം തന്നെയാണ്, പക്ഷേ എനിക്കിപ്പോൾ കുറച്ച് നേരമായിട്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിത് ചാർജ് ചെയ്യാൻ വെച്ചിട്ട് വരാം ഫോൺ. അപ്പോൾ നമ്മളിതിൽ മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇപ്പോൾ നമ്മളിതിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമേ ഇപ്പോൾ ഇട്ടിട്ടുള്ളൂ. നമുക്കിതിലേക്ക് ഇടാം. ഇപ്പോൾ ഇതിൽ മുന്നേ കാണുന്ന നല്ല എടുത്തിടാം. കുറച്ച് പത്തുമുളക് ഇടാം. കുറച്ചിട്ടാൽ മതി, നമുക്ക് ബാക്കിയുണ്ടാകും. മുളക് പൊടി ഇടാം. മല്ലിപ്പൊടി ആണെങ്കിൽ ടീസ്പൂൺ കണക്കില്ല, കുറച്ചിട്ടെടുക്കുന്നുണ്ട് മല്ലിപ്പൊടി. പിന്നെ
ഇതിടാം. ഇത് തോന്നുന്നു ചിക്കൻ തോന്നുന്നു. കുറച്ച് മുളക് പൊടി, കുത്തുമുളക് ഇട്ടുള്ള കാരണം കുറച്ച് മുളക് പൊടി മതിയാവും. നമുക്ക് നോക്കാം. മുമ്പായിട്ട് നമുക്ക് പച്ചപ്പയർ ഇട്ട് കൊടുക്കാം. പച്ചപ്പയർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കി ക്യാരറ്റും തക്കാളി മാത്രമേ ഉള്ളൂ. നമുക്ക് പച്ചപ്പയർ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സാക്കാം. നമുക്കിതിലേക്ക് ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ക്യാരറ്റും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. തക്കാളി നമുക്ക് ലാസ്റ്റ് ഇടാം. ഇതൊന്ന് വഴറ്റട്ടെ. ഫോണിൽ ചാർജ് ചെയ്യാൻ പറ്റട്ടെ വീട്, കാരണം ഞാൻ വേഗം പോയിട്ട് എടുക്കുന്നുണ്ടപ്പോൾ. അപ്പോൾ അതേ കണ്ടോ, ഇതിലിപ്പോൾ ഞാൻ തക്കാളിയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായി വഴറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. തക്കാളി ഒന്ന് വാടിയിട്ടുണ്ട്. കുറച്ച് മുളക് പൊടിയും കൂടി ഞാൻ എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൽ 2 മുട്ട പൊട്ടിച്ച് 2 മുട്ട മതി പൊട്ടിച്ച് വയ്ക്കാം. നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് സൈഡിലേക്ക് ഇങ്ങനെ റൗണ്ട് ഭാഗം നല്ല ഗ്യാപ്പ് ആക്കിയിട്ട് ചുറ്റും കൈ വെച്ച് കൊടുക്കാം. ചുറ്റും കൈ വയ്ക്കാം. ഇങ്ങനെ എംറ്റേക്ക് ഇടാം. കുറച്ച് എണ്ണ ഒഴിക്കാം. നടുവിൽ മുട്ട പൊട്ടിച്ച് വയ്ക്കുമ്പോൾ egg number 1 പൊട്ടിക്കാൻ പോവാണ്. നെക്സ്റ്റ് egg number 2. നമുക്കിത് വേണമെങ്കിൽ എഗ്ഗിന് ആവശ്യമായിട്ട് കുറച്ച് ഉപ്പ് നമുക്കിതിലിട്ട് കൊടുക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ എഗ്ഗിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എഗ് കൊത്തിപ്പൊരി അല്ല, വെജിറ്റബിൾസ് ഇട്ടിട്ട് വേറെ വെജിറ്റബിൾസ് ഒക്കെ ഇങ്ങനെ നല്ല ഇടാം. ഇട്ടിട്ട് നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മ വന്നിട്ട് നമുക്ക് ചോറ് കഴിക്കാം. പുട്ടൻ ഇങ്ങോട്ട് നോക്കൂ അമ്മേ. പരിപ്പട വേണം നിനക്ക്? പരിപ്പട വേണം നിനക്ക്? പരിപ്പട വേണം നിനക്ക്? പരിപ്പട വേണം നിനക്ക്? പരിപ്പട വേണോ? മഴക്കാരുണ്ട്. അപ്പോൾ ഡ്രസ്സൊക്കെ എടുത്ത് റൂമിൽ കൊണ്ടിടണം. അപ്പോൾ ഗൈസ് ഇപ്പോൾ അതേ ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4:10. അപ്പോൾ ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം പോലെ പിടിച്ച്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയാണെന്നുണ്ടെങ്കിൽ പരിപ്പട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ചൂട് കട്ടൻ ചായ ഉണ്ടാക്കി പരിപ്പട കൂട്ടി കഴിക്കാം. അപ്പോൾ നമുക്ക് പോയി അത് ഉണ്ടാക്കാം. അപ്പോൾ ഗൈസ് ഇപ്പോൾ സമയം ഒരു 4:30 ആയിട്ടുണ്ട്. 4:30 എത്ര മണിയായി? 4:30 5 മണി ആയിട്ടുണ്ട് സമയം. അപ്പോൾ ഞാൻ ചായയും പരിപ്പടിയൊക്കെ കഴിച്ചു. അപ്പോൾ അതേ നമുക്ക് വണ്ടി കഴിക്കാം. അതും കൂടി ഇനി ബാക്കിയുള്ളൂ. അത് ചെയ്യാമെന്നിട്ട് കുളിക്കാം. എനിക്ക് ഉറങ്ങിയ കാരണം എനിക്ക് എന്തോ ഒരു സുഖക്കേടുണ്ട്. പക്ഷെ നമുക്കത് ചെയ്യാം. അപ്പോൾ നമ്മൾ ആക്റ്റീവ് ആവും. രാവിലെ തുണി എടുത്തിട്ടുണ്ട്.
നമുക്ക് വെള്ളം ഒഴിച്ച് തുടയ്ക്കും വണ്ടി. അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടി വാഷ് ചെയ്യാം. അപ്പോൾ നൈറ്റ് ആയപ്പോൾ ഞാനും അമ്മയും അച്ഛനും കൂടെ അമ്പലത്തിൽ ഉത്സവത്തിന് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അമ്പലത്തിലാണെന്നുണ്ടെങ്കിൽ നൈറ്റ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കുറേ പരിപാടിയുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ തിരുവാതിരയും കൈകൊട്ടിക്കളിയും പിന്നെ അങ്ങനത്തെ കുറേ ഡാൻസൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ അത് കഴിഞ്ഞ് അമ്പലത്തിൽ നിന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അമ്പലത്തിൽ നേരെ വീട്ടിലെത്തി. നേരെ കിടന്ന് പറഞ്ഞാൽ നല്ല ക്ഷീണമാണ്. ഇങ്ങനെ 11 മണി കഴിഞ്ഞു. അപ്പോൾ അത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്ത് വീഡിയോ വേണ്ടതെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയും